വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ശുക്രഗ്രഹത്തെക്കുറിച്ചാണ്. ശുക്രദശ അനുഭവിക്കുന്നവർക്ക് അവർ ചെയ്യേണ്ടതായ ചില പരിഹാരങ്ങളെക്കുറിച്ചാണ്. ശുക്രന് പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾ ഭരണി, പൂരം, പൂരാടം തുടങ്ങിയ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ പൊതുവായിട്ട് സ്ഥിരമായിട്ട് എല്ലാ കാലവും ചെയ്യേണ്ടതായിട്ടുള്ള ചില വിഷയത്തെക്കുറിച്ചാണ്. ശുക്രൻ വിവാഹം, ധനകാര്യങ്ങൾ ഇതിനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രഹമാണ്. ഒരാളുടെ ജീവിതത്തിൽ ശൃംഗാരാദി കാര്യങ്ങൾ, വിവാഹാദി കാര്യങ്ങൾ, ആഡംബരാദി കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചിന്തിക്കേണ്ടത് ശുക്രനെ കൊണ്ടാണ്. ശുക്രൻ നല്ല രാശിയിലാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്വസ്ഥമായ രീതി തന്നെ ലഭിക്കുന്നതാണ്. ശുക്രൻ അനിഷ്ടത്തിലാണ് എന്നുണ്ടെങ്കിൽ പൊതുവെ ശുക്രൻ അനിഷ്ടരാശിയായ 12ാം ഭാവം നല്ലതായിട്ടാണ് പറയുന്നത്. 12 ശുക്രനുള്ള ആൾ ഒരുപാട് സുഖം, ലൗകിക സുഖം അനുഭവിക്കുന്നതാണ് പറയുന്നത്. അതല്ലാത്ത രാശികളിലോ നീചനായിട്ടോ അല്ലെങ്കിൽ പാപയോഗം ചേർന്നോ, ശുക്രനും കുജനും യോഗം ചേർന്നാണെങ്കിലോ ശുക്രനും രാഹുവും യോഗം ചേർന്നാണെങ്കിലോ ആ ശുക്രനെ കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഇല്ലാതായി പോവുകയും ശുക്രന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെ ദോഷങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമെന്നാണ് പറയേണ്ടത്. അങ്ങനെ വരുമ്പോൾ ശുക്രദേശ അനുഭവിക്കുന്ന ഒരു വ്യക്തി, ശുക്രഗ്രഹം ജാതകത്തിൽ നീചനോ അനിഷ്ടരാശിയിലോ പാപഗ്രഹ യോഗമത്തോടോ നിന്ന് ആ ശുക്രദശയുടെ ഗുണങ്ങൾ നമുക്ക് കുറവായിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള ആരാധനയാണ് വേണ്ടത്, ഭരണി, പൂരം, പൂരാടം നക്ഷത്രക്കാർ സ്ഥിരമായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഏത് ദേവതാ സങ്കല്പത്തെയും ഏത് ഗ്രഹത്തെയാണ് എല്ലാ കാലവും ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ശുക്രഗ്രഹത്തെ ആരാധിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വിശേഷമായിട്ട് ശുക്രന് ചെയ്യേണ്ടതായ പൂജാതി കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ മഹാലക്ഷ്മിയെ ആരാധിക്കുക. ശുക്രന് പറഞ്ഞിട്ടുള്ള ദേവത ജാതകത്തിൽ പുരുഷരാശിയിൽ സ്ത്രീരാശിയിലും ശുക്രൻ നിന്നാൽ അതിന് പറയുന്ന ദേവതാ സങ്കല്പങ്ങളിൽ സ്ത്രീരാശിയിൽ ശുക്രൻ നിൽക്കുന്ന പക്ഷം മഹാലക്ഷ്മി ആരാധന ഉണ്ട് എന്നുണ്ടെങ്കിൽ ജാതകന് ശുക്രദശയിൽ സാമ്പത്തികമായ ഗുണങ്ങളും ഐശ്വര്യങ്ങളും തടസ്സങ്ങളും മാറുന്നതാണ്. അതുപോലെ ജാതകത്തിൽ പുരുഷരാശിയിലാണ് ശുക്രന്റെ സ്ഥിതി എന്നുണ്ടെങ്കിൽ ഗണപതിയെ ആരാധിക്കുക. അങ്ങനെ വരുമ്പോൾ ഗണപതിയെയും മഹാലക്ഷ്മിയെയും സ്ഥിരമായിട്ട് ശുക്രദശ അനുഭവിക്കുന്നവർ ആരാധിക്കുന്നത്, പ്രത്യേകിച്ചും ശുക്രവാരം, വെള്ളിയാഴ്ച അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ മാറും. ധനധാന്യ സമൃദ്ധിക്ക് നല്ലതാണ്. ലൗകികമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നത് നല്ലതാണ്. ദാമ്പത്യ സംബന്ധമായ ഗുണങ്ങൾ ലഭിക്കുന്നതിന് നല്ലതാണ്. ജാതകത്തിൽ ശുക്രൻ പാപഗ്രഹങ്ങളുമായിട്ട് ചേർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമ ജപത്തോടുകൂടി ദേവിയെ ആരാധിക്കുന്നത്, അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടോത്തരത്തോടുകൂടി മഹാലക്ഷ്മിയെ ആരാധിക്കുന്നത്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നത്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭാഗ്യസൂക്ത ജപത്തോടുകൂടി ഗണപതി ഹോമം ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ശുക്രദശ അനുഭവിക്കുന്നവർക്ക് ശുക്രദശയിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങൾ തടസ്സമില്ലാതെ കിട്ടുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് അവർ സ്ഥിരമായിട്ട് ദർശനം നടത്തേണ്ടതെന്ന് ചോദിച്ചാൽ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിലും ദുർഗാ ക്ഷേത്രങ്ങളിലും വിശേഷമായിട്ടും, പിന്നെ ഗണപതിക്ക് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഏത് ക്ഷേത്രത്തിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും പോവുക. മഹാക്ഷേത്രങ്ങളിൽ നമ്മുടെ വീടിന് പരിസരത്തുള്ള ചെറിയ ക്ഷേത്രത്തിലാണ്, ഗണപതി ക്ഷേത്രമാണെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും പോവുക, വലതു വെച്ച് തൊഴുക, യഥാശക്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. അതുതന്നെയും എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഗണപതി ക്ഷേത്രത്തിലോ മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ ദുർഗാ ക്ഷേത്രത്തിലോ പോയി തൊഴാൻ ഒത്തുന്നുണ്ടെങ്കിൽ അതും വളരെ വിശേഷപ്പെട്ട കാര്യമാണ്. മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൂകാംബിക, അവിടെ മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി തുടങ്ങിയിരിക്കുന്ന ഒരു സങ്കല്പത്തിലാണ് ഭഗവതിയെ ആരാധിക്കുന്നത്. അതുപോലെ ചോറ്റാനിക്കര ദുർഗാ ഭഗവതി ആണെങ്കിൽ അവിടെയും മൂകാംബിക സാന്നിധ്യം ഉണ്ട്, അവിടെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ട്. അതിന് മഹാലക്ഷ്മിക്ക് പറഞ്ഞ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും വെള്ളിയാഴ്ച ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടാണ് ശുക്രദശക്കാർക്ക് അനുഭവത്തിൽ കാണുന്നത്. അതുപോലെ ഗണപതി ക്ഷേത്രങ്ങൾ, നമ്മുടെ പരിസരത്തുള്ള മഹാക്ഷേത്രമായിട്ടുള്ള ഗണപതിയെ സ്ഥിരമായിട്ട് ആരാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ശുക്രദശയിലെ ഗുണം ലഭിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ്. ഇതൊക്കെ വളരെ ലളിതമായിട്ടുള്ള ഏത് സാധാരണക്കാരനും ചെയ്യാനൊക്കുന്ന ഒരു പരിഹാരമാണ്. വലിയ സാമ്പത്തിക ബാധ്യത ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാനൊക്കുന്ന ഒരു പരിഹാരമാണ്. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിൻ്റെ മറ്റ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.